നമസ്കാരം. കേരള പോലീസിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ പ്രതിസ്ഥാനത്ത് വരുന്ന സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ കേസാണോ അതോ വ്യാജ കേസാണോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് വരെ. എന്താ അത് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ഒരു പ്രത്യേകത, ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസുകാരുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരു പോലീസുകാരൻ കള്ളക്കേസോ ഒറിജിനൽ കേസോ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് കള്ളക്കേസ് ആയിക്കോട്ടെ, കേസിൽ പ്രതിയായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റെല്ലാ പോലീസുകാരും അദ്ദേഹത്തെ സഹായിക്കാതെ മാറി നിൽക്കുന്ന, അവനവന്റെ കാര്യം നോക്കുന്ന, ഡിപ്പാർട്ട്മെന്റിൽ നടപടി മാത്രം നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും. ആ പോലീസുകാരൻ തന്റെ നിരപരാധിത്വം സ്വയം തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സമൂഹത്തിൽ അയാൾ അപമാനിതനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പല സാഹചര്യങ്ങളും ഞാൻ തന്നെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ ഞാൻ മാത്രം രക്ഷകനായി വന്നിരുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതിലേറ്റവും വലിയൊരു സാഹചര്യമാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ 2016 കെ രവീന്ദ്രൻ എന്ന ഡിവൈഎസ്പി ക്രൂശിക്കപ്പെട്ടപ്പോ, കാസർകോട്ടേക്ക് സ്ഥലം മാറ്റപ്പെട്ടപ്പോ, സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം വളരെ ക്രൂരമായി അദ്ദേഹത്തോട് പെരുമാറിയപ്പോ ഞാൻ ഇറങ്ങിച്ചെന്ന് അദ്ദേഹമാണ് ശരി എന്ന് മനസ്സിലാക്കി 2 ആഴ്ചക്കകം തിരിച്ച് അതേ സ്ഥാനത്ത് ഡിവൈഎസ്പി ആയി കൊണ്ടുവരികയും പിന്നീട് ഒരു 1.5 വർഷം കഴിഞ്ഞത് വിരമിക്കുകയും ചെയ്ത സംഭവം. അതിനുശേഷം മറ്റു പല കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ചില പോലീസുകാരെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി ഹരികുമാർ അടക്കമുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുമില്ല. കാരണം അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേരളത്തിലെ പോലീസ് സേനയോടുള്ള എന്റെ ഇഷ്ടമാണ്. കേരളത്തിൽ 24 മണിക്കൂർ നേരം പോലീസിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഗതി അധോഗതിയാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചില അനുഭവങ്ങൾ, വ്യക്തിപരമായി എന്നിൽ വന്നു ചേർന്നിട്ടുള്ള ചില അനുഭവങ്ങൾ, അതിൽ ഞാൻ ശിക്ഷിക്കപ്പെടുന്ന, ന്യായമായും നിരപരാധിയായിട്ട് കൂടി അല്ലെങ്കിൽ അർഹിക്കാത്ത ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. അതായത് ഒരു മൊട്ടുസൂചി എടുക്കുന്നതിന് തൂക്കിക്കൊല്ലുക എന്ന് പറയുമല്ലോ, എന്നതുപോലെ ചില ശിക്ഷാവിധികളും മറ്റും അനുഭവിക്കുകയും പോലീസിൽ നിന്ന് വളരെ മോശം അനുഭവം എനിക്ക് തന്നെ നേരിട്ട് ഉണ്ടാകുകയും വന്ന സാഹചര്യത്തിൽ പോലീസിനൊരു മറുമുഖം ഉണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം അങ്ങനെയാണ് വീഡിയോകൾ ചെയ്തു വരുന്നത്, എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നത്. പോലീസിനെ സഹായിക്കുന്ന പണി ഏകദേശം നിർത്തി എന്ന് തന്നെ പറയാം. ഇപ്പോഴും പല കോളുകളും വരുന്നുണ്ട്, ഞാൻ ആ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് പതിവ്. അതിന് കാരണം എന്റെ അനുഭവം തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തമ്പാനൂരിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ പോലീസുകാർ ഇത്തരത്തിലുള്ള നിലപാട് എടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. എന്നാൽ അതിനുശേഷം, ആ വീഡിയോ വന്നതിന് ശേഷം ഒരു സഹോദരൻ എനിക്ക് അതിന്റെ CCTV ദൃശ്യങ്ങൾ അയച്ചു തന്നു. അതായത് ആ കാറുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏകദേശം ഒരു 5 മിനിറ്റോളം അവിടെ ഇട്ടിരുന്നുവെന്നും ബന്ധപ്പെട്ട ഈ പോലീസുകാരൻ ഈ കാറുകാരനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മാറാതെ ധാർഷ്ട്യം കാണിച്ച് ഈ പോലീസുകാരനോട് തട്ടിക്കയറിയതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹം അത്തരത്തിലൊരു നടപടി എടുത്തത് എന്ന് അറിയാനും കഴിഞ്ഞു. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു തിരുത്തുണ്ടെങ്കിൽ ആ തിരുത്തുകൂടി പറയുമ്പോഴാണ് അതിനൊരു അന്തസ്സുള്ളത് എന്നതുകൊണ്ടാണ് ഉടനെ തന്നെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതും ആ CCTV ദൃശ്യങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതും. പക്ഷെ അപ്പോഴും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ കുറ്റക്കാരൻ ആ കാറുകാരനാണെന്നോ ആ പോലീസുകാരനാണെന്നോ ഞാൻ പറയില്ല. കാരണം ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് എന്റെ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ കാറുകളിൽ വന്ന് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ വന്ന് അവിടെ യാത്രക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സൗകര്യമില്ല. നമ്മുടെ ഈ നാട്ടിൽ അത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് റോഡരികിൽ നിർത്തേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സർക്കാർ തന്നെ ഇടപെടേണ്ടതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലൂടെ കാറുകൾക്ക് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് യാത്രക്കാരെ പിക്ക് ചെയ്ത് കറങ്ങിപ്പോകാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാറുകാരൻ അവിടെ പാർക്ക് ചെയ്യേണ്ടി വന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അതായത് കാറുകാരൻ ധാർഷ്ട്യം കാണിച്ചു, ആ പോലീസുകാരനെ, കാറിനുള്ളിൽ ഇരിക്കുന്ന പോലീസുകാരൻ വളരെ മാന്യമായാണ് ഇരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട് താൻ ഫേസ്ബുക്കിൽ ഇട്ടോ എന്ന് പറയുന്നത്. അത് ശരിയായിട്ട് ഒരു പ്രവൃത്തിയുമല്ല, ഒരു അഹങ്കാരം പോലെയാണ് എനിക്കത് തോന്നിയത്. ആ ഒരൊറ്റ വാക്കാണ് അദ്ദേഹത്തെ കുറ്റക്കാരായി എനിക്ക് തോന്നിയത്. കാരണം താനിത് ഫേസ്ബുക്കിൽ ഇട്ടോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ രീതികൾ എങ്ങോട്ടാണ് പോകുന്ന അറിയാത്തൊരു പോലീസുകാരനല്ല. ഏതായാലും അദ്ദേഹം ന്യായമായാണ് അവിടെ പെരുമാറിയത്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം ചെയ്യണമായിരുന്നു. പ്രായമായ മാതാപിതാക്കളുണ്ട്, അവരെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമില്ല. അവിടെ കുറ്റം ചെയ്തത് ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ആ വൃദ്ധ മാതാപിതാക്കളെ സുരക്ഷിതമായി അവരുടെ വീട്ടിൽ എത്തിച്ച ശേഷം ഇയാളോട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയുകയും കൃത്യമായി പോലീസ് നടപടി, പോലീസിന്റെ എന്തു പറഞ്ഞാൽ അതിന് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റം അനുസരിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയും അതിനുള്ള ശിക്ഷയോ പെറ്റിയോ എന്തോന്ന് വെച്ചാൽ അത് അടപ്പിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ മറ്റു നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു. പൊതു ഗതാഗതം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ വാഹന പാർക്കിംഗ്, എന്തെല്ലാം വകുപ്പുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ അതിനെ ചെയ്യാമായിരുന്നു. അതിന് ആ പോലീസുകാരനെ തുനിഞ്ഞില്ല. അവിടെ ആ പോലീസുകാരന്റെ ഭാഗത്തും വീഴ്ചയുണ്ട്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ
ആ ദൃശ്യങ്ങൾ മുഴുവൻ നമുക്ക് കാണുമ്പോൾ, CCTV ദൃശ്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ കാറുകാരന്റെ ഭാഗത്താണ് ബഹുഭൂരിപക്ഷവും തെറ്റ്, അതായത് ഭൂരിഭാഗവും തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ തെറ്റിന് കാരണം നമ്മുടെ സർക്കാരിന്റെ പാർക്കിംഗ് സിസ്റ്റത്തിൽ, അതായത് ഓരോ സ്ഥലത്തുള്ള നഗരാസൂത്രണത്തിലുള്ള പിഴവാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പോലീസുകാരൻ സ്വാഭാവികമായും ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് അത്തരത്തിലൊരു വാഹനം നിർത്തി കഴിഞ്ഞാൽ വലിയ ഗതാഗത തടസ്സമുണ്ടാകും, സ്തംഭനമുണ്ടാകും. അതുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകാൻ പറയുകയല്ലാതെ നിവൃത്തിയില്ല. അതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള വീഡിയോയിലെ അബദ്ധവും അതേസമയം സർക്കാരിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തുമുള്ള വീഴ്ചയും ചൂണ്ടിക്കാട്ടി ആ യാത്രക്കാരൻ ചെയ്തത് 100% ശരിയാണ് എന്നുള്ള അഭിപ്രായത്തെ തിരുത്തി അദ്ദേഹം തെറ്റുകാരനാണ്, അദ്ദേഹമാണ് കൂടുതൽ തെറ്റുകാരൻ എന്ന ഒരു വാദത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. ഏതായാലും നമുക്ക് ആ CCTV ദൃശ്യം ഒന്ന് കാണാം.
different angles. Don't forget to subscribe and support this channel.